والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരായത്ത് ഇവിടെ പ്ലേ ചെയ്തു, നിങ്ങളത് കേട്ടല്ലോ. ഞാനും ഒരു രക്ഷിതാവാണ്. ഇവിടെ 8ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സമ്മേളനമാണിത്. ഏകദേശം ആ പ്രായത്തിലുള്ള 4 കുട്ടികളുടെ രക്ഷിതാവാണ് ഞാൻ. ഈ കഴിഞ്ഞ റമളാനിൽ, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ഞാനിവിടെ ഇപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓൺലൈനിലൂടെ ഇത് കേട്ട് കണ്ണീരോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളും ഒരു പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഇതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത്രമേൽ വാർത്തകളാണ് നിങ്ങളുടെ പ്രായക്കാരായ കുട്ടികളെ സംബന്ധിച്ച് മീഡിയകളിലൂടെ വന്നിരുന്നത്. അതായത് നിങ്ങളെ പ്രായക്കാരനാണ് എന്ത് ചെയ്യുന്നത്, സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നത്. ഇതൊക്കെ കാണുന്നൊരു, അതുപോലെ തന്നെ ഒരു വീട്ടിൽ 5 പേരെ ആമർ കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന 23 വയസ്സുകാരനാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഏതൊരു രക്ഷിതാവും പ്രാർത്ഥിച്ചു പോവും, പടച്ചോനെ ഈ കുട്ടികൾ. ഈ പ്രാർത്ഥനയിൽ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, കൺകുളിർമയുള്ള മക്കളാക്കണേ, ഭാര്യമാരാക്കണേ. മറ്റൊന്ന്, മുത്തക്കീങ്ങൾക്ക് ഇമാമാക്കണേ എന്നാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൺകുളിർമയുള്ളവരായി മാറണം. ഒരിക്കലും നിങ്ങളെ രക്ഷിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവരാവരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം നിങ്ങൾ ലഹരിക്കടിമയായാൽ, അല്ലെങ്കിൽ ആരുടെയും കൂടെ ഒളിച്ചോടിയാൽ, ഗെയിമിന് അടിമയായാൽ, അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ, കളവ് പറഞ്ഞ് രക്ഷിതാക്കളെ കബളിപ്പിച്ചാൽ, നിങ്ങൾ കോളേജിലോ സ്കൂളിലോ അടിപിടി ഉണ്ടാക്കി എന്ന വാർത്ത അവർ കേൾക്കുമ്പോൾ അവർ കണ്ണീര് കുടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ആളുകൾ ഈ പുതിയ തലമുറ വളരെ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്തകൾ കണ്ടിട്ടായിരിക്കാം. പക്ഷെ അന്നൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയരുത്. കാരണം അവർ ജീവിക്കുന്ന ഈ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. അവർക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെക്കാളും അവർ നന്നായി വരും. ഞാൻ പലപ്പോഴും സ്കൂളുകളിൽ രക്ഷിതാക്കളെ യോഗം വിളിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മളെങ്ങാനും നമ്മുടെ ചെറുപ്രായത്തിൽ ഈ ഇൻ്റർനെറ്റും ഈ സൗകര്യവും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ പറന്ന് വീണ മക്കളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും, അതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ അവർക്ക് നല്ല ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ, വെള്ളത്തിലിട്ട ഒരു മത്സ്യം പോലെ വളരെ ശാന്തമായി അവർ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയ് 11 നിങ്ങൾ പെരിന്തൽമണ്ണയിൽ വരൂ എന്ന് നമ്മളെല്ലാവരോടും ഈ കേരളം മുഴുവൻ ഓർമ്മിപ്പിച്ചതാണ്. അൽഹംദുലില്ലാ അതിവിടെ കണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിലുള്ളവർ കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഒരു മൈതാനത്ത് ഒരുമിച്ച് ചേർന്നാൽ അവിടെ കസേരകൾ പൊട്ടിയിട്ടുണ്ടാവും, അവിടെ ആളുകൾ ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അടങ്ങിയിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടാവും, അവിടെ തമ്മിൽ കശപിശയുണ്ടാക്കിയിട്ടുണ്ടാവും, മദ്യപിച്ച് ലക്കുകെട്ട് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയം വരെ ഈ ഒരു സദസ്സിൽ നിന്ന് ഈ 10,000 ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ നിന്ന് അങ്ങനെ ഒരു മറുവർത്തമാനം, ഒരു അപശബ്ദം ഉണ്ടായില്ല എന്നത് ലോകമേ കേൾക്കുക. ഈ മക്കളെ നിങ്ങൾ കുറ്റം പറയരുത്. ഇവർക്ക് നല്ല ഒരു സൗകര്യം, നല്ലൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ അവർ ക്യാമ്പസിലും വീട്ടിലും നാട്ടിലും അവർ പെരുമാറും.
എന്നത് ഉട്ടോപ്പിയ അല്ല, സങ്കല്പമല്ല. പെരിന്തൽമണ്ണയിൽ വിസ്ഡം സ്റ്റുഡൻസ് അത് തെളിയിച്ചിരിക്കുന്നു. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഭാരവാഹികളെ, കൂടെ നിങ്ങളെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി പറഞ്ഞയച്ച നിങ്ങളുടെ രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. കുറച്ചു മുമ്പ് ഒരു മരണ വീട്ടിൽ പോയി അവിടെ മയ്യത്തെടുക്കാൻ കുറച്ച് സമയമുണ്ട്. അപ്പം ഞാൻ അവിടെ കുറച്ച് മുമ്പ് പരിചയമുള്ള ഒരാളുമായി സംസാരിച്ച് കുറച്ചപ്പുറത്ത് പോയി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു ഹോട്ടലിൽ കയറി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം, മക്കളെ കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ തലക്ക് കൈവച്ചിട്ട് പറഞ്ഞു, ഒന്നും പറയണ്ട. എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അത് ആ രക്ഷിതാവിൻ്റെ ഒരു സങ്കടമാണ് ഞാൻ പറയുന്നത്. ആ രക്ഷിതാവ് ഒന്നും പറയണ്ട. ഇപ്പോഴത്തെ കുട്ടികൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ മോനെയും കൊണ്ട് ഞങ്ങളെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് പോയിട്ട് രാവിലെ ഒരു 10-11 മണിക്ക് അവിടെ എത്തി. ഒരു 2-3 മണിയോടുകൂടി കല്യാണത്തിലൊക്കെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്ന് കയറി. അവനായിരുന്നു കാറിൻ്റെ ഡ്രൈവർ. ഞങ്ങൾ കാറ് ഷെഡിൽ പാർക്ക് ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവന് ഷർട്ട് ഇങ്ങനെ അഴിച്ച് അവിടെ തൂക്കിയ ശേഷം എന്നോട് പറഞ്ഞു, വാപ്പ ഇനി നിങ്ങൾ ഇതേപോലെയുള്ള പരിപാടിക്ക് എന്നെ വിളിക്കരുത്. ഇന്നത്തെ പോലെ ബോറടിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇയാൾ പറയാണ്, എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ഒരു കല്യാണത്തിന് എൻ്റെ മോനെയും കൂട്ടി പോയിട്ട് അവിടെയുള്ള 2-3 മണിക്കൂർ സമയം അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല. അവൻ പറയണെന്ത്, ഇതുപോലെ ബോറടിച്ച ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ നഗരിയിലും ഓൺലൈനിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളും ആരെങ്കിലും ഇതുപോലെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിക്കുക, മനസ്സിനോട് നിങ്ങളൊന്ന് ചോദിക്കുക. എല്ലാവരും കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയും, ചില പെൺകുട്ടികൾ പറയും ഉമ്മാനോട്, ഉമ്മ ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. ഒറ്റക്ക് വീട്ടിലിരിക്കുക. എല്ലാവരും പോകുമ്പോൾ, എല്ലാവരും തറാവീഹിന് പോകുമ്പോൾ ഒറ്റക്ക് വീട്ടിലിരിക്കുക. ആരാണ് കൂട്ടിന്? മൊബൈൽ ഫോണാണ് കൂട്ടിന്, ഇന്റർനെറ്റാണ് കൂട്ടിന്, റീൽസുകളാണ് കൂട്ടിന്. എന്നിട്ടോ അതിൻ്റെ ഒരു ലോകത്ത് മാത്രം ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ. ഈ ഒരു സാഹചര്യം ഈ സമ്മേളനത്തിന് വന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ഉണ്ടാകരുത്. കാരണം എന്താ അറിയോ? നമ്മളിലേക്ക് ഉൾവലിയല്ല വേണ്ടത്. ആരാണ്? അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും അഫ്ദലു മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ജനങ്ങളുമായി ഇടപഴകും ജീവിക്കുന്ന ഒരു വിശ്വാസി. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കുന്ന ഒരു വിശ്വാസി. അഫ്ളലു മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളുമായി ഇടപഴകാതെ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാതെ ജീവിക്കുന്നവനേക്കാൾ എത്രയോ ഉത്തമനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇടപഴകുന്നവരാകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയെപ്പറ്റി 5 ബാധ്യത പറഞ്ഞു. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. 1 റദ്ദുസ്സലാം, സലാം അടക്കുക. വഇയാദത്തുൽ മരീദ്, ആരെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ സന്ദർശിക്കുക. വത്തിബാഉൽ ജനായിസ്, അതുപോലെ നിങ്ങൾ ജനാസയെ പിന്തുടരുക. വഇജാബത്തുദ് ദഅവ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. വതശ്മീതുൽ ആതിസ്, അതുപോലെ തന്നെ ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിന് ജവാബ് പറയുക. ഇതൊരു മുസ്ലിം ചെയ്യേണ്ട 5 ഉത്തരവാദിത്തങ്ങളാണ്. വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ത് അറിയോ? കുടുംബം ചേർക്കുക എന്ന് പറഞ്ഞാൽ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ശരിക്കും ശ്രദ്ധിക്കണേ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു ക്ലോസ് വെച്ചിട്ടാ പറയണത്, ഫൽയസിൽ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കട്ടെ. എന്താ ഇതിന്റെ നേരെ തിരിച്ചുള്ള അർത്ഥം? നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നില്ലെങ്കിൽ, വിവാഹത്തിന്റെ ഒരു സദസ്സിലേക്ക് അല്ലെങ്കിൽ കുടുംബ വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളുടെ പിതാക്കൾ നിങ്ങളെ വിളിക്കുമ്പോ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം ഇല്ലാതെയായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതിനാൽ തീരുമാനിക്കുക, നിങ്ങൾ കുടുംബങ്ങളിൽ പോകണം, ഇടപഴകണം. നിങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ നിന്ന് വന്നാൽ
പ്രായമുള്ളവരെയും രോഗികളെയും നിങ്ങൾ സന്ദർശിക്കണം. ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേട്ടാൽ എനിക്ക് പരിചയമില്ല എന്ന് പറയില്ല. ആ ജനാസയിൽ പങ്കെടുക്കണം. മുതിർന്നവരെ ബഹുമാനിക്കണം. ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കണം. ഞാൻ വേറൊരു അനുഭവം കൂടിയും പറയാം. വേറൊരു അനുഭവം കൂടി എനിക്കുണ്ടായത് ഞാൻ പറയാം. ഞാൻ ഒരു വീട്ടിൽ ചെന്നു, കുറച്ച് മുമ്പാണ്. എൻ്റെ ആകുന്ന ബന്ധുവാണ്, എപ്പോഴും പോകാറുള്ള വീടല്ല. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ മകനുണ്ടായിരുന്നല്ലോ, മോഡലിൽ ചോദിച്ചു. അവനിപ്പോൾ +1 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവനെന്ന് വിളിക്കും, ഒന്ന് കാണട്ടെ. അപ്പോൾ അവരെൻ്റെ മുമ്പിൽ നിന്ന് അവൻ്റെ പേരൊന്ന് നീട്ടി വിളിച്ചു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവിടുന്ന് അതിന് ജവാബ് പറഞ്ഞു, ഉത്തരം പറഞ്ഞു. മോനെ വാ, ഇവിടെ ഒരാൾ വന്നിട്ട്, അതിഥി വന്നിട്ടുണ്ട്, കാണാനാണെന്ന്. അപ്പോൾ അതാ വരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ സംസാരം തുടർന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവനെ കാണാനില്ല. അപ്പോൾ വീണ്ടും ചോദിച്ചല്ല, മോൻ വന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും ഇവരൊന്ന് ഒച്ച കൂട്ടിയിട്ട് വിളിച്ചു, എടാ അന്നല്ലേ വിളിക്കണമെന്ന്, വരാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ എന്താ വരേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ വരും. ലേശ സമയം കൂടിയും കഴിഞ്ഞു, വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ ഏത് റൂമിലെ നമുക്ക് അങ്ങോട്ട് പോവാ, അവിടെ പോയാൽ കാണാമല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വാതിലിങ്ങനെ കുറച്ച് ചാരിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തള്ളിയിട്ട് തല ഇങ്ങനെ ഇട്ട് നോക്കി. അപ്പോൾ ഇവൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനുണ്ട്, മൗസ് കയ്യിലുണ്ട്. അപ്പോഴും ഒരു കണ്ണ് നമ്മളെ ദേഹത്തിന് അടുത്തേക്കും, ഒരു കണ്ണ് അപ്പോഴും സ്ക്രീനിലാണ്. അപ്പോഴെങ്കിലും ഉണ്ടല്ലോ ഒന്ന് എഴുന്നേറ്റ് വന്നുകാണ്ട് നിങ്ങളെപ്പോഴേ വന്നു എന്ന് ചോദിക്കുക. ഞാനത് പറയുമ്പോഴേ ഈ ഇരിക്കുന്ന നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ? നിങ്ങളെ വീട്ടിലൊരാൾ വന്നാൽ, ഒരു കുടുംബക്കാരൻ, ഒരു അതിഥി വന്നാൽ, നിങ്ങളെ രക്ഷിതാവിൻ്റെ ഫോൺ എടുത്ത് മെല്ലെ പോവുക. എന്നിട്ട് വല്ല മരച്ചുവട്ടിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ അടുത്തോ ഇങ്ങനെ മെല്ലെ കൂനി കുടിച്ച് അവിടെ മെല്ലെ ഡോറ് കുറ്റിയിട്ട് അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങൾ വിമർശിക്കല്ല, ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിൽ നിന്നും റൂമിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥ വളരെ ഭീകരമാണ്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫുൾ ടൈം ഈ റീൽസ് ഉണ്ടാക്കാനും സ്റ്റോറി ഇടാനുമാണ് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പല കുട്ടികൾ ജീവിതം തന്നെ കേട്ടാന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ റീൽസ് ഉണ്ടാക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം തോന്നും. അതുപോലെ സ്റ്റോറി പോസ്റ്റ് ചെയ്യലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തോന്നും. ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ അങ്ങനെ റീൽസ് ഇട്ട് അത് നമ്മൾ തന്നെ കണ്ട് നമ്മളെ സുഹൃത്തുക്കളെ കൊണ്ട് ഇങ്ങനെ അതിന് ലൈക്ക് അടിപ്പിച്ച് അങ്ങനെ അവനൊന്നിട്ടാൽ അതിൻ്റെ അപ്പുറം ഞാനിടണം, അതിൻ്റെ അപ്പുറം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ പരസ്പരം ആ മത്സരം ഉള്ള മുന്നോട്ട് പോക്കുണ്ടല്ലോ, അതെവിടെ വരെയുള്ളൂ അറിയോ? അൽഹാകും തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുമ നടിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. പരസ്പരം മത്സരിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഏതാണ് ആ അശ്രദ്ധ? അത് ഏതുവരെ പോകും? ഹത്താ സുർതുമുൽ മഖാബിർ. ആ കബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രമേ അതുണ്ടാവുള്ളൂ എന്നാണ്. നമ്മളെ പള്ളിക്കബറുകളിലേക്ക് കൊണ്ടുപോകുന്നത് വരെ മാത്രമേ അതുണ്ടാവുള്ളൂ. അത് എപ്പോഴാ സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അത് ഇന്ന് ഇവിടുന്ന് എണീറ്റിട്ട് വീട്ടിൽ എത്തുന്ന ഉറപ്പ് പറയാനായിരിക്കാൻ കഴിയുക. ഇന്നലെ ഞാനിതാ ഇവിടുത്തെ സൊല്യൂഷൻ്റെ പ്രോഗ്രാമിൻ്റെ സ്റ്റേജിലിരിക്കുമ്പോൾ ആരിസ്മൂലിയോട് ഇരിക്കുന്നുണ്ട്. ആരിസ്മൂലിവിനെ വിളിച്ചിട്ട് നീ അറിഞ്ഞില്ലേ ചോദിച്ചു. എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു റഫീഖ് മാഷുണ്ട്, അദ്ദേഹം ഹജ്ജിന് പോകാൻ ഒരുങ്ങിയതാണ്. ഇന്നലെ മഞ്ചേരി വെച്ചൊരു അപകടം ഉണ്ടായില്ലേ, ആ അപകടത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്തെടുത്ത്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അവരെ മകനെ കണ്ടു. ആ മകൻ കമഴ്ന്ന് കിടന്ന് കരയാണ്. 22 വയസ്സായ കുട്ടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. എത്ര പെട്ടെന്ന്. നമ്മളെ ബഷീർ ഖാൻ അറിയോ നിങ്ങൾ? നമ്മളെ ആലപ്പുഴ ജില്ലയിലെ സജീവ പ്രവർത്തകനാണ് ബഷീർ ഖാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ വളരെ ആ വീട്ടിൽ വളരെ ആതിഥ്യത്തോടു കൂടി പെരുമാറുന്ന അവിടുത്തെ നമ്മുടെ വനിതകളുടെ ജില്ലാ ട്രഷറർ കൂടിയായിരുന്നു. പെട്ടെന്ന് രാത്രി ഒരു വേദന, ഒരു വിഷമം, ഹോസ്പിറ്റലിലെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അവർ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആ വിരഹത്തിൽ ആ കുടുംബത്തിനുണ്ടായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവർക്ക് നീക്കി കൊടുക്കുമാറാകട്ടെ.
ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇതുപോലെ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്, ആ മരിക്കണ സമയം അതോടുകൂടി ഇതൊക്കെ എന്ത് ചെയ്യും, അവസാനിക്കും. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ റീൽസും അതുപോലുള്ള പരിപാടിൻ്റെ ലോകത്തല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിലെ അന്ത്യദിനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിഥികളെ ബഹുമാനിക്കട്ടെ എന്നാണ്. നമ്മളെ വീട്ടിൽ ഒരാൾ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിക്ക് ഇനി സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എന്ത്, വീട്ടിലൊരാൾ വന്നാൽ ഒരിക്കലും റൂമിനുള്ളിൽ അടച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടായി നേരെ ചെല്ലുക. വീട്ടിൽ അതിഥി വന്നാൽ അവരോട് കയറിയിരിക്കാൻ പറയണം. ചില കുട്ടികൾ കോളിമെല്ലാം അടിച്ചാൽ ആരാ, ആ ഒറ്റ പോക്കാം, എന്നിട്ട് പറയും അവിടെ ആരാ വന്നിക്കണ. അങ്ങനെയല്ല, ഒരാൾ വന്നാലേ അയാളോട് നല്ല മാനമര്യാദക്ക് ശരിക്കും കയറിയിരിക്കാൻ പറയാം. ഞാൻ വാപ്പാനെ വിളിക്കട്ടോ എന്ന് പറയാം. അത് പറയുന്നതോടുകൂടി അയാൾ നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളെ കുട്ടി നല്ലൊരു കുട്ടിയാണ് അറിയും. അതിനുവേണ്ടി നമ്മളിങ്ങനെ മുടിയൊക്കെ മിന്നിയിട്ട് ഒരൊറ്റ പോക്കാണ് പോകുക. ഏതോ ഒരാൾ വന്നിരിക്കണം അവിടെ. ഈ സംസ്കാരം നമുക്ക് പറ്റിയതല്ല. അവരെ പരിചയപ്പെടണം. അതുപോലെ അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണം. ആ ഫോണൊന്നാണ് മാറ്റി വെക്കുക. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു ഭയങ്കര വൃത്തികെട്ടൊരു സംസ്കാരമാണ് എന്ത്, അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെ ചാറ്റ് ചെയ്യുക. ഈ മനുഷ്യൻ പിന്നെ എന്തിനു വന്നതാ? ഒരിക്കലും മുമ്പിൽ ഒരാളിരിക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ നോക്കരുത്. അപ്പം ഒരു കോള് വന്ന തൽക്കാലം അവിടെ മാറ്റി വെക്കുക. ആദ്യം മുമ്പിലുള്ള ആൾക്ക് പ്രാധാന്യം കൊടുക്കുക, എന്നിട്ടാണ് ഫോണിൽ വിളിക്കുന്ന ആൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഒരാളോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഫോൺ എടുത്താണ് പോവുക. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വടിയായി നിൽക്കുക. അത് ശരിയാവില്ല. അപ്പം ആ ഒരു രീതി എന്തല്ല, ശരിയല്ല. അതേപോലെ പള്ളിക്ക് പോകുമ്പോൾ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ ഫോൺ ഇങ്ങനെ നോക്കി, പിന്നെ അതിക്ക് ഇങ്ങനെ നോക്കിയിട്ട് വാട്സപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ആ ഒതുണ്ടാക്കണം അവിടേക്ക് എത്തിയാൽ ഈ പിന്നെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇറുക്കി പിടിക്കും. എന്നിട്ടാ ഒതുണ്ടാക്കുക അല്ലേ. എന്നിട്ട് പിന്നെ ആ സെഫ്ക്ക് പോണത് വരെ ഇങ്ങനെ നോക്കിയിട്ട് മെല്ലെ പിന്നെ കട്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യും, പോക്കറ്റ് കിട്ടും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ബാക്കി പോകും. പിന്നെ ആ നിസ്കാരത്തിൽ എന്ത് ശ്രദ്ധ ഉണ്ടാകുക? ഞാൻ പറയണു, ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വന്ന കുട്ടികൾ പള്ളിക്ക് പോകുമ്പോൾ നിങ്ങൾ ഫോൺ കൊണ്ടുപോകരുത്. ഈ കൊണ്ടുപോകേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആക്കിയ സൈലന്റ് ആക്കിയ പോകണം. ഈ ഫോണിൽ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞ് കയറുക. വീട്ടുകാരുമായി നിർബന്ധമായിട്ട് സംസാരിക്കണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണം വിളിച്ച് ഞങ്ങൾ കഴിച്ചോളൂ, ഞാൻ വരാം എന്ന് പറയല്ല. ഇന്നത്തെ ഈ കോൺഫറൻസിൽ വന്ന മക്കൾ നിങ്ങൾ ചെന്ന കാണേണ്ട ഒന്നാമത്തെ മാറ്റം എന്താ അറിയോ? നേരത്തെ ഇവിടെ ഷെമീലൊക്കെ പറഞ്ഞല്ലോ, 1/5 നിസ്കാരം. രണ്ടാമത്തെ എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയായി നമുക്ക് മാറുവാൻ കഴിയേണ്ടതുണ്ട്. അതിരുകളും മരുതുകളും പറയുമ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് അങ്ങനെ ചെയ്താൽ കുഴപ്പമെന്നാ ചില ആൾക്കാർ ചോദിക്കുന്നത്. എന്താ അങ്ങനെ ചെയ്താൽ കുഴപ്പം? മുടി ക്രോപ്പ് ചെയ്താൽ എന്താ കുഴപ്പം? മുടി ക്രോപ്പ് ചെയ്താൽ അത് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചതാണ്. അതിന് റസൂലുള്ളാഹിക്ക് എതിരാണ് നമ്മൾ കാണിക്കുന്നത്. മൻകാന ലഹു ശഅറുൻ ഫൽയുക്രിമുഹു, നിങ്ങൾക്ക് മുടിയുണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണമെന്നാണ്. ഒരിക്കലും പകുതി എടുക്കുക, പകുതി നിർത്തുക, ആ രീതി ചെയ്യരുത്. ഇപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്തിക്കണേ അറിവില്ലാത്തതുകൊണ്ടാവും. ഈ സമ്മേളനത്തോടു കൂടി അത് അവസാനിപ്പിച്ചു. ഇനി അങ്ങനെ മുടി വെട്ടുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിക്ക് പാടില്ല. അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കോസ്മെറ്റിക്സ് എന്താ ഉപയോഗിച്ചാൽ കുഴപ്പം? ചില കുട്ടികൾ എന്താ പതൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പം, എന്തിനാ നിങ്ങൾ അതിനൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നാ മനസ്സിലാക്കുക. ചെറിയൊരു കാര്യം ഞാൻ പറയാം, അത് പൂർണ്ണമായിട്ട് പിന്നെ വിവാഹ സമയത്തൊക്കെ ആൾക്കാർ അത് കൂടുതൽ മുഖത്ത് വാരി തേച്ച കുട്ടികളെ കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ അന്നത്തെ ദിവസം എങ്ങനെ ഒന്നുണ്ടാക്കുക, എങ്ങനെ അവരുടെ തൊലിയിൽ വെള്ളം കയറുക, പിന്നെ എങ്ങനെ നിസ്കരിക്കുക? പടച്ചോ നമുക്ക് തന്നൊരു ഞഴമത്താണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. അന്ന് വരെ നിസ്കരിച്ച് അന്ന് വരെ മഫ്തയിട്ട കുട്ടി ഇത് പുട്ടിയിട്ട് ഒരു പ്രത്യേക രൂപം, ഒരു എംബാം ചെയ്ത മാതിരിയാ പുതിയ എണ്ണുകൾ നിൽക്കുന്നത്. ബ്യൂട്ടി പാർലറിൽ ഒന്നിച്ച് പേരക്കുട്ടി മുതൽ അതേപോലെ തന്നെ വല്യമ്മ വരെ പോയി കണ്ട് ഒരുങ്ങി മാറ്റി വരിക. പിന്നെ ആരും കാണില്ല. ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് പിന്നെ നിങ്ങളെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരഞ്ഞിങ്ങനെ നടക്കുക. ഉമ്മ അവിടെ ഉണ്ട്, പക്ഷെ ഉമ്മനെ കോലണ് മാറിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ഉമ്മയല്ല. എന്നെടുക്കാൻ നമ്മൾ പോണത്? അന്നത്തെ ഒരൊറ്റ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ഇത് ചെറിയ കാര്യമാണോ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ലാ സ്വലാത്ത ലിമൻ ലാ വുളു അലഹു എന്നാണ്. വുളു ഇല്ലാത്തവൻ എന്തില്ല? നിസ്കാരമില്ല. ഈ ഹൽദിയും മെഹന്തിയും ബ്രൈറ്റ് ടു ബീം സേവ് ഡേറ്റും ഇതൊന്നും നമുക്ക് പറ്റിയ സംസ്കാരമല്ല.
ഈ നിക്കാഹിന്റെ മുമ്പുള്ള സേവ് ഡേറ്റ് നടത്തിയാൽ പിന്നെ നിക്കാഹിന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് ആ കോസ്മെറ്റിക് സംസ്കാരം നമ്മൾ ഒഴിവാക്കണം. ആണും പെണ്ണും തമ്മിൽ കൈ കൊടുത്താൽ ഇപ്പൊ എന്താ, ആകാശം ഇടിഞ്ഞു വീട്, എന്താ കുഴപ്പം? ഇന്നീല ഉസാഫിഹുൻ നിസാ, റസൂലുള്ള പറയാ, ഞാൻ പെണ്ണ് സ്ത്രീകൾക്ക് ഒരിക്കലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയില്ല. നമ്മൾ പറയാ എന്താ കൊടുത്താ കുഴപ്പം? എന്നിട്ട് നമ്മൾ മുസ്ലിമാന്നും പറയാം. എങ്ങനെ ഇത് രണ്ടും പാടൊക്കുക? ആൺവേഷം കെട്ടിയാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലുബ്സത്തൽ മർഅതി വൽ മർഅതു തൽബസു ലിബ്സത്തർ റജുൽ. അതെ, ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടുക, സ്ത്രീ പുരുഷന്റെ വേഷം കെട്ടുക എന്നുള്ളത് ലഅന ലഅന ലഅന, ശപിച്ചിരിക്കുന്നു അള്ളാന്റെ റസൂല്. അള്ളാന്റെ റസൂല് ശപിച്ചാലും വേണ്ടില്ല, ഞാൻ പാന്റും ജീൻസും ചുട്ടേ നടക്കൂ എന്ന് ഏതെങ്കിലും പെൺമക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാന്റെ റസൂലിനോടാണ് യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന ഓർമ്മ നമുക്ക് വേണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്താ അന്യ സ്ത്രീനോടൊന്ന് ചാറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? അതെ, അന്യ പെണ്ണും പുരുഷനും ഒറ്റക്കായി കഴിഞ്ഞാൽ മൂന്നാമനായി അവിടെ ശൈത്താൻ ഉണ്ടാകും. ആ ശൈത്താനാണ് പിന്നെ അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ അവനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു മനസ്സാക്ഷിക്കും തോന്നുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമുക്ക് ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തോന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ലിബറൽ സംസ്കാരത്തിന്റെ ഈ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു പിടിവള്ളിയാണ് വിസ്ഡം സ്റ്റുഡൻസ്. ഈ കുട്ടികളുടെ പ്രവർത്തനത്തിന് നേതൃത്വം കാണിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ഇതിനോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക, സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. CRE മദ്രസ, CREയും അതേപോലെ തന്നെ നമ്മുടെ മദ്രസ സംവിധാനവും ഓൺലൈൻ മദ്രസ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ പ്രഖ്യാപിച്ചു. മദ്രസയിൽ പോകാൻ കഴിയാത്ത കുട്ടികൾ ഓൺലൈനിൽ ചേർന്ന് പഠിക്കണം. നമ്മുടെ നേർപ്പദം വാരിക നമ്മൾ വായിക്കണം. ജാമിയ അൽ ഹിന്ദിനെ നമ്മൾ പരിചയപ്പെടണം. ഗ്രീൻ വാലിയെ നമ്മൾ അടുത്തറിയണം. അതോടൊപ്പം ബഹുമാനായ PN അബ്ദുൽ ലത്തീഫ് മദനി, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇവിടെ പ്രഖ്യാപിച്ച ഒരു വലിയ സംരംഭമുണ്ട്. അതിന് അദ്ദേഹം പ്രയോഗിച്ച ഒരു പ്രയോഗം എന്താണ്? നിങ്ങൾക്കൊരു സമ്മാനം എന്നാണ് ബഹുമാനായ PN പറഞ്ഞത്. എന്താണ് ആ സമ്മാനം? ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കോഴിക്കോടിന്റെ ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വിസ്ഡത്തിന്റെ ഒരു വലിയ സെന്റർ, വിശാലമായ ഒരു പള്ളി, അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളുമായ ഒരു സെന്റർ പിറവിയെടുക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ദിവസം അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണം. അതോടൊപ്പം നിങ്ങൾ ഇതിന്റെ കാവൽക്കാരാണ്. ഇതിന് കാശ് കൊടുക്കുന്ന, ഇതുണ്ടാക്കുന്ന ആളുകൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോവുക? അവർക്കൊക്കെ പ്രായമായി. ഇത് നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങളാണ് ഇതിന്റെ കാവൽക്കാർ. നിങ്ങളത് ഏറ്റെടുക്കണം. നിങ്ങൾ നിന്ന് പോയിട്ട് നിങ്ങളെ രക്ഷിതാക്കളോട് പറയണം, നമ്മുടെ ഒരു വിഹിതം അതിലേക്ക് കൊടുക്കണമെന്ന്. എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണ്ട് നിങ്ങളുടെ നല്ലൊരു വിഹിതം നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ രീതിയിൽ അത് വിജയത്തിലെത്തിക്കണം, യാഥാർത്ഥ്യമാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനായ PN പറഞ്ഞല്ലോ, ധർമ്മം മരിച്ചിട്ടില്ല, ധർമ്മത്തെ കൊല്ലാൻ കഴിയില്ല. ഈട്ടി പറഞ്ഞല്ലോ, ഇത് ഓർഗാനിക് ഓർഗനൈസേഷൻ ആണ്. അതെ, അത് നിങ്ങൾക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇൻഷാ അല്ലാഹ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ യൂത്തും അതിന്റെ സ്റ്റുഡൻസും അതിന്റെ ഗേൾസും ഇങ്ങനെ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ പാരാവാരം വരുന്ന ഈ പെൺകുട്ടികളെ ഇവിടെ എത്തിച്ചതിന്റെ പിന്നിൽ അവരുടെ കഠിനാധ്വാനമുണ്ട്. വിദേശത്ത് നിന്ന് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ GCCയിലെ ഒരുപാട് സഹോദരങ്ങൾ, അവർ ഇപ്പോൾ സന്തോഷത്തോടു കൂടി വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കും. അവരെയൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ മുഖത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ തൽക്കാലം പിന്നാട്ടം വന്നിട്ടുണ്ട്. ഇന്നത്തെ വാർത്ത ഞാൻ നോക്കിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഭീകരതയെ ഒരു കാരണവശാലും ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം, അവിടെ 28 ആളെ വെടിവെച്ചു കൊന്ന ആ ഭീകരന്മാരെ ഇപ്പോഴും നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ പിടിക്കണമെന്ന് ഈ വിസ്ഡം സ്റ്റുഡൻസിന്റെ സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ വേരെവിടെയാണോ അതിനെ കൊത്തിയറുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.